രാമ 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 ഓം കാളാംബോധനിഭം ശരാസനമിളത് പ്രോദ്യത്കരാംഭോരുഹം സീതാലക്ഷ്മണസേവിതം കവിഗണൈരക്ഷോഗണൈശ്ചാവൃതം ദേവബ്രഹ്മ ഭവാദിഭിർബഹുവിധൈസ്തോത്രൈശ്ച സംസേവിതം രാമം രാക്ഷസ ധൂമകേതുമനിശം വന്ദേ ദശാസ്യന്തകം. ഹരേ ജയ് ശ്രീരാം. ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും നൂറായിരം രാമായണ മാസാചരണ ആശംസകൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും അൾട്രാ മോഡേൺ സയൻസിൻ്റെയും സോഷ്യൽ മീഡിയകളുടെയും കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ആദികാവ്യമായ രാമായണം എത്ര മധുരമായിട്ടാണ് ഓരോ മലയാളി മനസ്സിലും കൊടിയേറ്റ് ഉത്സവമായി മാറിയിരിക്കുന്നത്. കാലം മാറി ഹിന്ദു സട്ടക്കുട്ടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ്. 500 വർഷം മുന്നേ ബാബർ എന്ന തുർക്കി നരാധിപൻ മുസ്ലിം ടെററിസ്റ്റ് തകർത്ത അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം, തൽസ്ഥാനത്ത് രാജോചിതമായ ഒരു ശ്രീരാമക്ഷേത്രം ഉയർന്ന് അതിൽ നമ്മുടെ പ്രധാനമന്ത്രി, RSSകാരനായ രാഷ്ട്രപതി, RSSകാരനായ പ്രധാനമന്ത്രി, RSSകാരനായ മന്ത്രിമാർ, RSSകാരായ 23ഓളം മുഖ്യമന്ത്രിമാർ, RSSകാരായ ഗവർണർമാർ, RSSകാരനായ യോഗി ആദിത്യനാഥിൻ്റെയും നേതൃത്വത്തിൽ ശ്രീരാമചന്ദ്രപ്രഭുവിന് രാജോചിതമായ ഒരു ക്ഷേത്രം അയോധ്യയിൽ വളർന്ന് വികസിച്ച ഒരു അത്യത്ഭുതകരമായ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഓരോ വ്യക്തിയും ഈ രാമായണ പഠനത്തിലൂടെ, ശ്രീരാമനിലൂടെ ഇൻസ്പിരേറ്റഡ് പേഴ്സണായ ശ്രീരാമനിലൂടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഞാനും നിങ്ങളും അടങ്ങുന്ന ഹൈന്ദവ സമൂഹം പ്രതിജ്ഞാബദ്ധരാണ്. ഓരോ ഹിന്ദുവും ഉയരണം. അവൻ അറിവും കഴിവും പ്രവൃത്തിയും പരിശീലനവും വികസിപ്പിക്കണം. എന്നിട്ട് ശ്രീരാമചന്ദ്രന് തുല്യം ധർമാചരണമാക്കി മാറ്റണം രാമായണം. അപ്പോൾ ആദികാവ്യമായ രാമായണം മാനുഷാദ പ്രതിഷ്ഠാന്ത മഗധ ശാശ്വതസമ യത്ക്രൗഞ്ച മിഥുനമേഘമവുധിം കാമമോഹിതം. ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരൻ. ഇത് ആധുനിക ഒരു മലയാളിയുടെ മുഖമാണ്. അവൻ ഏതിലും പിടിച്ചുപറിയാണ്, അവൻ ഏതിനും കൈക്കൂലിയാണ്, അതിനേതും വെട്ടിപ്പിടുത്തമാണ്, അതിനേതും തട്ടിപ്പാണ്. ഇവിടെ നിന്നാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും ശരണമയ്യപ്പ ശ്രീരാമ ചന്ദ്രപ്രഭുവായി. ശ്രീരാമൻ എങ്ങനെയാണോ വളർന്നത്, എങ്ങനെയാണോ രത്നാകരൻ വാത്മീകി ഋഷിയായി വളർന്നത്, ഇതുപോലെ നമ്മുടെ മുന്നിലും ഒരു ഓപ്പർച്യൂണിറ്റിയാണ് രാമായണ പഠനത്തിലൂടെ. രാമായണ തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ച് നമ്മളൊക്കെ സീതമാരായി മാറണം.
നമ്മളൊക്കെ ശ്രീരാമനായി മാറണം. അങ്ങനെയുള്ള ഒരു രാമരാജ്യം, ഇതാണ് ഭാരതത്തിൽ സ്വപ്നം കണ്ടത് നമ്മുടെ ഗാന്ധിജി. അപ്പോൾ ആദികാവ്യം രാമായണമാണ്. ഈ രാമായണത്തിൽ ഈ രാമന് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ മനുഷ്യാവതാരമായി, ദശാവതാരത്തിൽ ഒരു അവതാരമായി ചിത്രീകരിക്കുകയാണ് ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അന്തർഗതമായ അധ്യാത്മ രാമായണത്തിൽ വേദവ്യാസ ഭഗവത്പാദ വിരചിതമായി. അതെന്താണ്? രാമോ വിഗ്രഹവാൻ ധർമാചരണമാണ് ഇതിലത്തെ സബ്ജക്റ്റ്. ഓരോ വ്യക്തിയും അവനവൻ ജനിച്ചതു മുതൽ മരിക്കുന്ന നിമിഷം വരെ, ജനന മഹോത്സവം മുതൽ മരണം മഹോത്സവമായി ആഘോഷിക്കുവാൻ, എന്ത് രാവണ ശക്തിയിൽ പെട്ടുപോകാതെ രാമശക്തിയായി വളരണം. ഇതാണ് അധ്യാത്മ രാമായണത്തിലൂടെയുള്ള അതിനകത്തുള്ള കണ്ടെയ്ൻസ്, അതിനകത്തുള്ള ലക്ഷ്യം എന്താണ്? മനോവികാസമാണ് ജീവിത ലക്ഷ്യം. സമ്പൂർണ്ണ വ്യക്തിത്വമാണ് ജീവിത ലക്ഷ്യം. അതിന് സമ്പൂർണ്ണ വികാസം വേണമെങ്കിൽ ബാഹ്യ ആഭ്യന്തര സമൃദ്ധോ. ശ്രീശങ്കര ഭഗവത്പാദർ പറയും, അകത്തും പുറത്തും ഒരുപോലെ സംതൃപ്തമാവണം. അകത്തും പുറത്തും ഒരുപോലെ സമ്പന്നമാകണം. എത്ര ഭൗതികമായ സമ്പത്ത് നിങ്ങൾക്ക് ലഭിച്ചാലും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒന്നുണ്ട്. അതിൻ്റെ പേരാണ് ശാന്തി, സമാധാനം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭക്തി നിർബന്ധമാണ്. ഭക്തിയും ജ്ഞാനവും നിർബന്ധമാണ്. നമ്മുടെ രമണ മഹർഷി പറയും, ജീവനെന്ന ആത്മാവിനെ മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള ആ പക്ഷിയുടെ 2 ചിറകാണ് ഭക്തിയും ജ്ഞാനവും. അപ്പോൾ ഈ ഭക്തി എന്താണ്? ഭക്തി, ഈ ഭക്തിക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് അവതാരോഹ്യ സ്വംഖ്യോഹം, കോടാനുകോടി അവതാരങ്ങളിൽ രാമ അവതാരത്തിൻ്റെ, ശ്രീരാമ അവതാരത്തിൻ്റെയും ശ്രീരാമ ആ തത്വത്തിൻ്റെ മഹനീയതയും ഭക്തിക്കാണ്. ഈ രാമായണത്തിലെ ഈ ഭക്തിയും ഈ രാമനെയുമാണ് അധ്യാത്മരാമായണം മലയാളത്തിലേക്ക് തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ ഭക്തി എന്താണെന്ന് ഈ രാമായണത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാനിത് പഠിക്കണം, നിങ്ങളിത് പഠിക്കണം, എങ്കിലേ വളരുന്ന തലമുറയ്ക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം, മായപ്പൊന്മാനാണ്. എന്താണ്? മായപ്പൊന്മാനാണ്. അപ്പോൾ ഈ പൊന്നിൻ്റെ പിറകെ സീത പോയപ്പോൾ രാമൻ പോയി. എന്ത്? മായ പൊന്നിൻ്റെ കൂട്ടത്തിൽ പൊന്നിൻ്റെ പിറകെ, ധനത്തിൻ്റെ പിറകെ കാമം വന്നു. അപ്പോൾ സീത കാമത്തിൻ്റെ പിറകെ പോയപ്പോൾ ഇപ്പുറത്ത് എന്ത് പോയി? രാമൻ പോയി. അപ്പോൾ ഇവിടെ പൊന്മാനാണ്. അപ്പോൾ പൊന്നിൻ്റെ പിറകെ പോകുന്നതാണല്ലോ നമ്മുടെ ഭരണത്തിൻ്റെ ഒക്കെ കളികൾ. നമുക്കെല്ലാവർക്കും അറിയാലോ, ബിരിയാണി ചെമ്പ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ സ്വർണത്തിൻ്റെ പിറകെ. അപ്പോൾ ഈ സദാ ശ്രദ്ധിക്കൂ, സദാ കാമിനി കാഞ്ചന ചിന്ത. അപ്പോൾ സീതയ്ക്ക് കാഞ്ചനത്തിനോട് ചിന്ത വന്നു, പോയി. ആരുടെ കൂട്ടത്തിൽ? ഹനുമാൻ അല്ല, നമ്മുടെ ആര് തട്ടിക്കൊണ്ടുപോയി? രാവണൻ തട്ടിക്കൊണ്ടുപോയി. രാവണനോ? കാഞ്ചന ചിന്ത. അപ്പൊ കാമിനി കാഞ്ചന ചിന്തയാണ് നമ്മുടെ മുന്നിൽ. അത് അപകടം. അപ്പൊ അമിത ഭോഗാസക്തി വരരുത്. അപ്പൊ ഈ രാമായണത്തിന്റെ അപകടം എന്താണ്? ഇതിലത്തെ യുദ്ധ കാരണം എന്താണ്? കാമത്തിൻ്റെ പിറകെ, ധനത്തിൻ്റെ പിറകെ, കാഞ്ചന സ്വർണത്തിൻ്റെ പിറകെ സീതയുടെ ചിന്തകൾ പോയതാണ്. അപ്പോൾ അതിനൊരു നിയന്ത്രണം ഇടണം. അപ്പോൾ രാവണൻ സർവഗുണ സമ്പന്നനാണ്, ശിവഭക്തനാണ്, അതീവ സുന്ദരനാണ്, അതീവ സമ്പന്നനാണ്. പക്ഷേ എന്ത് പറ്റിപ്പോയി?
ഒരു സ്ത്രീ വിഷയത്തിൽ കാമിനി ചിന്ത വന്നു, സീതയെ അപഹരിച്ചു, അത് സർവനാശത്തിലേക്കും. ശ്രദ്ധിക്കൂ, പെണ്ണ് കേസ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇതാണ് രാമായണമെന്ന് നാം ആദ്യം മനസ്സിലാക്കണം, നമ്മളെ മക്കളെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. അപ്പോഴേ വരുന്ന തലമുറ, വളരുന്ന തലമുറ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സോഷ്യൽ മീഡിയകളുടെയും അൾട്രാ മോഡേൺ സയൻസിൻ്റെയും വികസന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സമാനതകളില്ലാതെ വികസിക്കുന്ന ഒരു സമൂഹം ഈ രാമായണത്തെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഭക്തി എന്താണ്? ഈ ഭക്തി ശങ്കരാചാര്യർ പറയും, മോക്ഷകാരണ സാമഗ്ര്യം ഭക്തിരേവ ഗരീയസി. മോക്ഷത്തിന് കട്ടുമുട്ടിക്കാനും വെട്ടിപ്പിടിക്കാനും തട്ടിപ്പറിക്കാനുള്ള അമിത മോഹത്തിന്, ദുർമോഹത്തിന് ക്ഷയം വരണം. അവിഹിത മോഹ ക്ഷയതി ഇതി മോക്ഷം. ഈ മോക്ഷത്തിലേക്കുള്ള സാമഗ്രിയാണ്, ഇതിനകത്തോട്ടുള്ള മാർഗമാണ് ഭക്തി. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദ ഭക്തി സൂത്രത്തിൽ പറയുന്നുണ്ട്, ഈ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ യത് ലബ്ധ്വാപ്മാൻ സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി. യത് ലബ്ധ്വാപ്മാൻ, ഈ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അവന് ജീവിതത്തിനെ സുഗന്ധപൂരിതമാക്കാൻ സാധിക്കും, ഭക്തിയുള്ള വ്യക്തികൾക്ക്. അപ്പോൾ അവൻ സിദ്ധനായി മാറും, അവൻ അമൃതത്വത്തിലോട്ടായിരിക്കും അവൻ്റെ ജീവിതം ഉയരുക. അവൻ വളരുന്നത് അമൃതത്വത്തിലേക്ക്, അമൃതോ ഭവതി. അങ്ങനെയുള്ള, ശ്രദ്ധിക്കൂ, ഈ ഭക്തിയുള്ള വ്യക്തിക്ക് ജീവിതത്തിൽ തൃപ്തിയടയും. അപ്പോൾ ജീവിതത്തിൻ്റെ സംതൃപ്തിയാണ് ഭക്തി എന്ന് നാരദ ഭക്തി സൂത്രത്തിലൂടെ നാരദർ നമ്മളെ പഠിപ്പിക്കുന്നു. ശ്രീരാമൻ്റെ അനുജനായ ശ്രീകൃഷ്ണൻ പറയും, നിത്യതൃപ്തോ നിരാശ്രയ. ഒന്നിനെയും ആശ്രയിക്കാതെ നിത്യതൃപ്തിയോടുകൂടി സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം. നമ്മുടെ ഭാര്യയിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കുക, നമ്മുടെ ഭർത്താവിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കുക, നമ്മുടെ മക്കളിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കുക, നമ്മുടെ അച്ഛനിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കുക, നമ്മുടെ അമ്മയിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കുക, നമ്മുടെ സമ്പത്തിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കുക, നമ്മുടെ വിദ്യയിൽ നമുക്കൊരു സംതൃപ്തി ലഭിക്കുക. ഇതാണ് രാമായണത്തിലെ സബ്ജക്റ്റ്. മനസ്സിലായല്ലോ? ഈ സംതൃപ്തി ലഭിച്ചു കഴിഞ്ഞാൽ ആ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു ക്ഷേത്രമായി മാറും നമ്മുടെ കുടുംബം. അപ്പോൾ ശ്രദ്ധിക്കണം, ഉമാമഹേശ്വര സംവാദമാണ് രാമായണം. അതിൽ പറയുന്നുണ്ട്, ഈ ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യമാമിതെങ്കിലോ കേട്ടാലും നീ. പരമേശ്വരൻ പാർവതിയോട് പറയുന്നു, നിനക്ക് എന്ത് വർദ്ധിച്ചിടും? ഭക്തി വർദ്ധിച്ചിടും, പിന്നെ മുക്തിയും ദുർമോഹങ്ങളെല്ലാം നിനക്ക് കുറഞ്ഞിടും, എന്നിട്ടോ ജീവിതമാകുന്ന സിദ്ധിയും വർദ്ധിച്ചിടും. ഇത് നീ കേട്ടാലും. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ രാമായണത്തിൽ ഒരു സുഗന്ധപൂരിതമായ ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ വിഭീഷണൻ എന്ന് പറഞ്ഞാൽ നമ്മളെ രാവണൻ്റെ ബ്രദർ, അദ്ദേഹം അസുരനാണ്. അപ്പോൾ ശ്രീരാമൻ അസുരനായ വിഭീഷണനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മത് ഭക്താനാം പ്രശാന്താനാം യോഗീനാം വിഗതരാഗിണാം ഹൃദയേ സീതയാ നിത്തം വസാമ്യത്ര ന സംശയം. മത് ഭക്താനാം പ്രശാന്താനാം, പരമശാന്തിയുള്ള എൻ്റെ ഭക്തന്മാര്, യോഗിനാം, അവരാണ് യോഗി. ശ്രീരാമ ഭക്തന്മാരാണ് യോഗി. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെയോ ഭോഗി.
ഇന്ദ്രിയ ഭോഗി. അപ്പോൾ മദ്ഭക്താനാം, എൻ്റെ ഭക്തര് അവര് പരമശാന്തന്മാരാകണം, പ്രശാന്തരായിരിക്കണം, സന്തോഷവതികളായിരിക്കണം, സംതൃപ്തന്മാരായിരിക്കണം. വീതരാഗിണം, അവർക്ക് എന്തുണ്ടാവാൻ പാടില്ല? ഒന്നിനോടും രാഗം. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ടേജ്. ബോണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടല്. ഒട്ടല് എന്ന് പറഞ്ഞാൽ തേച്ചുകൊണ്ടേ ഇരിക്കല്. വീതരാഗ ഭയക്രോധ എന്ന് പറയല്ലേ. അപ്പം വീതരാഗിണം ഹൃദയേ സീതയാ നിത്യം വാസാമ്യത്ര നു സംശയം. നിങ്ങൾ ഒട്ടും തന്നെ സംശയിക്കേണ്ട. അനു കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പരിശുദ്ധമായ ഭക്തഹൃദയത്തെയാണ് യുദ്ധമില്ലാത്ത ഇടം. അപ്പോൾ ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു യുദ്ധം, അച്ഛനും മക്കളും തമ്മിൽ ഒരു യുദ്ധം, ചേട്ടനും അനുജനും തമ്മിൽ ഒരു യുദ്ധം, സഹോദരീ സഹോദരന്മാർ തമ്മിൽ ഒരു യുദ്ധം. അപ്പം യുദ്ധമില്ലാത്ത ഹൃദയത്തെയാണ് എന്ത്? അയോധ്യ എന്ന് പറയുന്നത്. ഈ അയോധ്യയിൽ ഒഴുകുന്ന നദിയാണ് സരയൂ നദി. ഈ സരയൂ നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമാകുന്ന ജലം നിറഞ്ഞ് ഒഴുകുന്ന നദിയെയാണ് സരയൂ നദി എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ ഭക്തി ഭക്താനാം പ്രശാന്താനാം, പരമശാന്തമായി ഒഴുകുന്ന സ്നേഹനദിയാണ് സരയൂ നദി. ആ പരസ്പരം പ്രകമ്പനം കൊള്ളാതെ പരസ്പരം ഒരു ഐക്യത്തിലും ഒരു സ്നേഹത്തിലും ഒരു സന്തോഷത്തിലും ഒരു സമൃദ്ധിയിലും നിറയുന്ന ഹൃദയത്തിലാണ് സീതയുമൊത്ത് ഞാൻ വസിക്കുന്നത് എന്ന് ശ്രീരാമചന്ദ്രപ്രഭു പറയുന്നു. അങ്ങനെയുള്ള ആ ഭക്തി നിറഞ്ഞ ഭക്തൻ്റെ ഒരു ഉത്തമ മകുടോദാഹരണം നമുക്ക് സുന്ദരകാന്ഡത്തിൽ കാണിക്കുന്നു. എന്താണ് സുന്ദരകാന്ഡം? നമുക്കറിയാം, വാത്മീകി ഋഷി രാമായണത്തിൽ അങ്ങനെ ഒക്കെ എഴുതുന്നു. ഒക്കെ അങ്ങനെ എഴുതി അദ്ദേഹം രചിച്ച് ഓരോന്നിനും ഓരോ കാണ്ഡമെന്ന് പേരും കൊടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹം കാണ്ഡം എഴുതു. ഇവിടെ ശ്രദ്ധിക്കൂ, ഹനുമാൻ ഇവിടെ നിന്നും ലങ്കയിലോട്ട് ചാടി അവിടെ കാര്യങ്ങളൊക്കെ നടന്ന് തിരിച്ചു വരുന്നുണ്ടല്ലോ. അതിന് ഇദ്ദേഹം എഴുതിയ പേരാണ്, വാത്മീകി ഋഷി എഴുതിയ പേരാണ് ഹനുമാൻ കാണ്ഡം. എന്താണ്? ഹനുമാൻ കാണ്ഡം. ഇത് എഴുതി അവിടെ വെച്ചപ്പോൾ വായുപുത്രനായ ഹനുമാൻ അവിടെ തുള്ളിച്ചാടി മുന്നിൽ വെച്ചു. എന്ന് പറഞ്ഞു ഒരു ഒച്ച അങ്ങോട്ട് ഉണ്ടാക്കി. ഒച്ച ഉണ്ടാക്കിയപ്പോൾ തന്നെ വാത്മീകി മനസ്സിലായി മുന്നിൽ ഹനുമാൻ തൊഴുതോണ്ടൊന്നു. ഹേ ഋഷേ അങ്ങേക്ക് ഇത്രയും പാണ്ഡിത്യമുണ്ട്, എന്നിട്ട് ഈ പാവം ഹനുമാനായ എൻ്റെ പേരെഴുതിയേ, അതൊരിക്കലും എഴുതരുത്. എന്ത്? ഹനുമാൻ കാണ്ഡമെന്ന് എഴുതരുത്. ഒരൊച്ച ഉണ്ടാക്കി പേടിപ്പിച്ച് ഹനുമാൻ തുള്ളിച്ചാടിപ്പോയി. ഉടൻ തന്നെ വാത്മീകി ഋഷി അതങ്ങ് വെട്ടി ഹനുമാൻ കാണ്ഡം എഴുതി. വെട്ടി എന്ത് എഴുതു? സുന്ദരകാന്ഡം എഴുതി. എന്തെഴുതി? സുന്ദരകാന്ഡം എഴുതി. സുന്ദരകാന്ഡം എഴുതിയപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഓ അത് കുഴപ്പമൊന്നുമില്ല, അത് എഴുതിക്കോളൂ, നിങ്ങളുടെ ഇഷ്ടമല്ലേ സൗന്ദര്യമുള്ള സുന്ദരകാന്ഡം. ഉടനെ ഹനുമാൻ നേരെ എവിടത്തേക്ക് പോയി? വീട്ടിലേക്ക് പോയി. വീട്ടിലോട്ട് പോയിട്ടാകുമ്പോൾ അഞ്ജനാദേവി അമ്മേ പെട്ടെന്നുള്ള ചായ എടുത്തോ, വാ സുന്ദര, നിനക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാം. അതെന്താ? അഞ്ജനാദേവി ഹനുമാൻ ഇപ്പോൾ വിളിച്ചത് എന്താണ്? സുന്ദരാന്ന്. അപ്പൊ നേരത്തെ അദ്ദേഹം എഴുതി വെച്ചത് സുന്ദരകാന്ഡല്ലേ? അതെ. അപ്പൊ ഇതെന്താ? എൻ്റെ മോനെ, അമ്മേ ചായ എവിടെ നിൽക്കട്ടെ, അമ്മ ഇപ്പം എന്നെ എന്താ വിളിച്ചത്? എൻ്റെ പേര് ഹനുമാൻ എന്നല്ലേ? അതെ. അതെന്താ? നീ വായുപുത്രനായതുകൊണ്ട്. അപ്പോൾ പിന്നെന്താ അമ്മ ഇപ്പം എന്നെ സുന്ദര എന്ന് വിളിച്ചത്? അതോ മോനെ, നിൻ്റെ പേരെന്താണ് ശരിക്കും? സുന്ദരൻ എന്നാണ്. ഓ അച്ഛനെ ഞാനും കൂടി നിനക്ക് ഇട്ട പേര് സുന്ദരൻ എന്നാണ്. കാരണം നീ അതീവ സുന്ദരനാണ്. പക്ഷെ വിശക്കെന്ന് പറഞ്ഞ് സൂര്യഭഗവാൻ തിന്നാൻ പോയിട്ട് അവിടെ ഒരു ഇടി കിട്ടിയതുകൊണ്ട് മുഖം ഇങ്ങനെയായി. അതുകൊണ്ട് ഹനുമാൻ എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അമ്മ എൻ്റെ പേരപ്പോൾ യഥാർത്ഥ സുന്ദരൻ എന്നാണോ? അത് ശരി. അപ്പോൾ
മനസ്സിലായി വാത്മീകി ഋഷി ഇതിന് എന്ത് സുന്ദരകാന്ഡെന്ന് പേരെഴുതിയ ഇങ്ങനെയുള്ള ഈ ശ്രീരാമ ഭക്തനായ ഹനുമാൻ സ്തുതിക്കുന്നതാണ് യുദ്ധകാന്ഡം. അതാണ് അതിൽ 15ാമത്തെ സർഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചന്ദ്രകോടി പ്രതീകാരം മണിരത്ന വിഭൂഷിതം കോടാനു കോടി സൂര്യന്മാരുടെ പ്രകാശമുള്ള രത്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹാരമാണ് ശ്രീരാമചന്ദ്രപ്രഭു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ സീതയുടെ കഴുത്തിൽ അണിയിക്കുന്നത്. അതിന് വേദവ്യാസ ഭഗവാൻ വരച്ച ചിത്രമാണ് ചന്ദ്രകോടി പ്രതീകാശം മണിരത്ന വിഭൂഷിതം സീതായേ പ്രദൗഹാരം പ്രത്യാഗ പ്രീത്യാ രഘുകുലോത്തമ. ശ്രീരാമചന്ദ്രപ്രഭു അത്രയും അമൂല്യങ്ങളിൽ അമൂല്യമായ ഈ രത്നം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹാരം സീതയെ അണിയിക്കുന്നു. കാരണം സത്യപ്രതിജ്ഞ നടക്കാൻ പോവുകയാണ്. ആ ഹാരം അപ്പോൾ തന്നെ സീതാദേവി എടുത്തുകൊണ്ട് എല്ലാ വാനരശ്രേഷ്ഠന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട്, ശ്രീരാമനെയും സാക്ഷി നിർത്തിക്കൊണ്ട്, ലക്ഷ്മണനെയും എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് സീതാദേവി ഈ മാല നമ്മുടെ ഹനുമാൻജിയുടെ കഴുത്തിൽ അണിയിക്കുന്നു. അത് ഹനുമാൻ സ്വീകരിക്കുന്നു. അങ്ങനെ ആ മാലയും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ഹനുമാൻ, ശ്രീരാമ ഭക്ത ഹനുമാൻ അത് സ്വീകരിച്ച് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴേക്കും രാമൻ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, ഹനുമാംസ്തേ പ്രസന്നോസ്മി വരം വരയ കാംക്ഷിതം ദാസ്യാമി ദൈവേരപി യദ്ദുർലഭം ഭുവനത്രയേ. ഹേ ഹനുമാൻജി, അങ്ങയ്ക്ക് എന്താണ് വേണ്ടത്? എന്നോട് ചോദിക്കൂ. ദേവീദേവന്മാർക്ക് ഇന്നേ വരെ കിട്ടാത്ത ദുർലഭമായ 3 ലോകത്ത് ഭുവനത്രയമായിട്ടുള്ള അത്യപൂർവമായ എന്ത് വരം വേണം? എന്നോട് ചോദിക്കൂ. ഞാനിതാ നിനക്ക് തരാൻ തയ്യാറായി നിൽക്കുകയാണ്. ആരാണ്? ശ്രീരാമചന്ദ്രപ്രഭു സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുന്നേ, പട്ടാഭിഷേകത്തിന് തൊട്ട് മുന്നേ ഹനുമാനോട് പറയുന്നു. നോക്കണം, ഇതോ മറ്റോ നിങ്ങളോടോ മറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളൊന്നും ആരല്ല? ഭക്തന്മാരല്ല. ഭക്തനാണെന്നുണ്ടെങ്കിൽ അവിടെ ഭക്തി ഉണ്ടാകും. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തിയാണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? തൃപ്തിയാണ്. ഇത് തൃപ്തിയാണ് ഭക്തി എന്ന് ഹനുമാൻ പ്രൂവ് ചെയ്യുകയാണ്. നമുക്ക് 3 ലോകത്തിലും എന്ത് വേണം എന്നോട് ചോദിച്ചോളൂ. കാരണം ഇതെല്ലാം എനിക്ക് നേടിത്തന്നത്, എൻ്റെ സീതയെയും ഈ ചക്രവർത്തി പദവും എല്ലാം എനിക്ക് നേടിത്തന്നത് ഹേ ഹനുമാൻ അങ്ങാണ്. അതിപ്പോൾ എൻ്റെ ഭാര്യ അങ്ങയ്ക്ക് തന്നു. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ മുത്തുരത്നഹാരം ഞാൻ അവൾക്ക് കൊടുത്തു. അവൾ അങ്ങയുടെ കഴുത്തിലാണ് ഇട്ടത്. ഇനി എന്നോട് ചോദിക്കൂ എന്താണ് വരം വേണ്ടത് എന്ന്. അപ്പോൾ ഹനുമാൻ പറയുന്ന മറുപടിയാണ് രാമായണത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച ശ്ലോകം. ഇത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിക്കുകയുണ്ടായി. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ അദ്ദേഹം ഈ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ശ്ലോകം ഈ യുദ്ധകാണ്ഡത്തിൽ 16-ാം സർഗത്തിൽ 12-13 ശ്ലോകങ്ങളിൽ ഹനുമാൻ ശ്രീരാമനോട് മറുപടി പറയുന്നു, എനിക്ക് വേണ്ടത് എന്താണ് എന്നുള്ളത്. ഈ ശ്ലോകം മറുപടി പറഞ്ഞതിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഹനുമാൻ ചിരഞ്ജീവിയായി മാറിയത്. ഹനുമാൻ ചിരഞ്ജീവിയായി മാറാൻ കാരണം ഈ ശ്ലോകമാണ്. ഈ ശ്ലോകം ആരാണ്? ഹനുമാൻ
ജീവിച്ചിരിക്കുന്ന ശ്രീരാമൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. നാലമ്പല ദർശനത്തിനൊക്കെ നമ്മളൊക്കെ പോയിട്ട് എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? ഭർത്താവിൻ്റെ മുട്ടുകാല് മാറാൻ, മുട്ടുകാല് വേദന മാറാൻ, മകളുടെ ഇത് ഗൾഫിലുള്ള മരുമകൻ ഗൾഫിലാണ്, അങ്ങനെയുള്ള മരുമകൻ ഗൾഫിലാണ്, ആ മകൾക്ക് എന്ത് വേണം? ഇമ്മീഡിയറ്റായിട്ട് ഗർഭമാവണം, മകളുടെ കുഞ്ഞിന് LKG അഡ്മിഷൻ വേണം, എൻ്റെ യൂട്രസിനകത്താണ് ചില കാര്യമായിട്ടുള്ള അസുഖമുണ്ട്, അതും മാറിക്കിട്ടണം. ഇങ്ങനെ 100,000 കാര്യങ്ങൾ നേടാനുള്ള സൂപ്പർ മാർക്കറ്റുകളാണ് നാലമ്പലങ്ങൾ എന്നുള്ള ധാരണയിലാണ് അവിടെ പോയിട്ട് ബെഗ് ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ കിട്ടുമോ? ആരോടും പറയണ്ട. എവിടെ കിട്ടാൻ? ഭർത്താവ് ഗൾഫിലെങ്ങനെയാണ്, പിന്നെ എങ്ങനെ ആ സ്ത്രീക്ക് ഇവിടെ ഗർഭം ഉണ്ടാവും? മുട്ട് omega-3 ഇല്ലാതെ ഈ മുട്ട് പരസ്പരം തേഞ്ഞ് ഇത് 80 വർഷം ഉപയോഗിച്ച മുട്ടാന്ന്. ഇത് മുഴുവൻ തേഞ്ഞ് പോയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ? ഇമ്പോസിബിൾ. പിന്നെ എന്ത് വേണം? മുട്ട മാറ്റി വെക്കണോ? അപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ ജീവിച്ചിരുന്ന ഹനുമാൻ മാനവരാശിയോട് പറയുകയാണ് എന്താണ് വേണ്ടതെന്ന്. ഹനുമാനപിതം പ്രാഹ നത്വാരാമം പ്രഹൃഷ്ടധി ത്വന്നാമസ്മരതോ രാമ ന തൃപ്തിമനോ മമ അതസ്ത്വന്നാമ സതതം സ്മരൻ സ്ഥാസ്യാമി ഭൂതലേ യാവൽ സ്ഥാസ്യതി തേ നാമ ലോകേ താവൽ കളേവരം മമ തിഷ്ഠതു രാജേന്ദ്ര വരോ അയം മേ അഭികാംക്ഷതി. എനിക്ക് വേണ്ട വരം, ഹേ രാജേന്ദ്ര, ഹേ ചക്രവർത്തി, ഹേ ശ്രീരാമചന്ദ്ര പ്രഭു, മമ തിഷ്ഠതു, എനിക്ക് നിർബന്ധമായും തരണം. വരോയം മേ അഭികാംക്ഷതു, ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ഹനുമാനപിതം പ്രാഹ നത്വാരാമം പ്രഹർഷ്ടധി ത്വന്നാമസ്മരതോ രാമ. ഹേ രാമ, അങ്ങയുടെ രാമനാമം തൃപ്തി മനോമമ, എൻ്റെ മനസ്സിന് ഒരിക്കലും തൃപ്തി വരരുത്. തൃപ്തി വന്നു കഴിഞ്ഞാൽ അതെന്താവും? ഭക്തിയാവും. എനിക്കൊരിക്കലും ജീവിതത്തിൽ എന്ത് വരരുത്? തൃപ്തി വരരുത്. എന്ത്? രാമ 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 എന്ന് ജപിച്ചിട്ട് തൃപ്തി വരരുത്. തൃപ്തി വന്നു കഴിഞ്ഞാൽ ഭക്തി വന്നു. ഭക്തി വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് എൻ്റായി. ഒരിക്കലും എനിക്ക് തൃപ്തി വരരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് രാമൻ അനുഗ്രഹിക്കുന്നത്. നിനക്കൊരിക്കലും തൃപ്തി വരാത്തിടത്തോളം രാമനാമം ജപിക്കാൻ ഇടവരട്ടെ. കാരണം അപ്പോഴാണ് രാമനാമത്തിൻ ചിരഞ്ജീവിയായി നീ വാഴുകൻ ആലയം തന്നിൽ, എൻ്റെ ഹൃദയമാകുന്ന ഗുഹാക്ഷേത്രത്തിൽ നീ ചിരഞ്ജീവിയായി. ഹനുമാൻ എന്തായി? എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ബുദ്ധിയിൽ, ബോധത്തിൽ, ചിന്തകളിൽ രാമനാമമായി മാറണം. ഇതാണ് രാമായണത്തിന് മാനവ രാശിയോട് പറയാനുള്ളത്. ഇതാണ് രാമായണം. ഇത് നാം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാമനാമത്തിൻ്റെ വികസിത രൂപമാണ് എന്ത്? രാമായണത്തിലെ 24,000 ശ്ലോകങ്ങൾ. അതുകൊണ്ട് ഈ ഒരൊറ്റ നാമം കൊണ്ട് 24,000 ശ്ലോകങ്ങൾ വികസിക്കാൻ സാധിക്കുമെങ്കിൽ ഈ രാമനാമം കൊണ്ട് നമുക്കോരോ ഹിന്ദുക്കൾക്കും അവരവരുടെ ജീവിതം 24,000 ശ്ലോകങ്ങളായ രാമായണമാക്കി വികസിപ്പിക്കാം. രത്നാകരൻ എന്ന കള്ളൻ ആരായി? ആദികവിയായി, ഋഷീശ്വരനായി, വാത്മീകി ഋഷിയായി വളർന്നതുപോലെ നമുക്കും
നമ്മുടെ ജീവിതത്തിൽ വളരാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ആദ്യം ചൊല്ലിയ ആ മന്ത്രം ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് തന്ത്രസമുച്ചയത്തിലുള്ള മന്ത്രമാണ്. രാമം രാക്ഷസധൂമഹേതു മനിഷം വന്ദേ ദശാസ്യന്തകം. നമ്മുടെ ആസുരീകമായ 10 തലകൾ, അവന് ഒരു ഇത്തിരി തല കൂടുതലാണ് നമ്മൾ പറയാറില്ലേ. അവന് പഠിക്കുന്ന കുട്ടി അവന് നല്ല തലയുണ്ട് പറയാറില്ലേ. മുസ്ലിം ടെററിസ്റ്റുകൾ നമ്മൾ പറയില്ല അവൻ്റെ തല തിരിഞ്ഞു പോയി എന്ന് പറയാറില്ലേ. തിരിഞ്ഞ 10 തലയാണ് രാവണൻ. അപ്പം തിരിഞ്ഞ തലകളൊക്കെ നശിപ്പിക്കുന്നതാണ് വന്ദേ ദശാസ്യന്തകം. അപ്പോൾ ദശാസ്യന്തകനായ രാമൻ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ബോധത്തിൽ വളരുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഈ രാമനാമം ജീവിതത്തിൻ്റെ സായങ്കാലത്ത് ഒരു വാക്കിംഗ് സ്റ്റിക്കായി കൊണ്ടു നടക്കാം. എങ്ങനെയാണോ ഗാന്ധിജി വടി പിടിച്ച് നമ്മുടെ ഭാരതത്തിൽ ഹേ റാം ഹേ റാം ഹേ റാം എന്ന് പറഞ്ഞ് നടക്കുകയും ജീവിതത്തിൻ്റെ മരണം പോലും സുഗന്ധപൂരിതമാക്കി മാറ്റുകയും ചെയ്തതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തെ കൊണ്ടു നടക്കാം. എങ്ങനെ? അനായാസേന മരണം വിനാ ദൈത്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വര. ഹേ രാമ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് സുഗന്ധം ഉണ്ടാക്കി തരണമേ. അനായാസേന മരണം, അനായാസം എനിക്ക് മരിക്കാൻ സാധിക്കണം. വിനാ ദൈത്യേന ജീവിതം, മറ്റൊരാളുടെ സഹായമില്ലാതെ, മറ്റൊരാൾക്കാർക്ക് ശല്യമായി മാറാതെ, ഭൂമിക്ക് ഭാരമായി മാറാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ രാമായണ നാമജപത്തിലൂടെ അവരുടെ ജീവിതം സംതൃപ്തമായി സന്തോഷകരമായി കൊണ്ടു നടക്കാൻ എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആ ഹനുമാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. രാമനാമ ജപലയത്തിലൂടെ നമ്മുടെ ബുദ്ധിയെ നമുക്ക് ഊർജ്ജസ്വലമാക്കാം, ബോധത്തെ ഊർജ്ജസ്വലമാക്കാം, ചിന്തകളെ ഊർജ്ജസ്വലമാക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം ലക്ഷ്യബോധത്തോടുകൂടി തളരാത്ത, തകരാത്ത ഒരു മനസ്സിനുടമയാക്കി മനോബലം വർദ്ധിപ്പിക്കാം. മനോബലം മാരുത തുല്യ വേഗമാക്കി മാറ്റാം. മനസ്സിനെ ഊർജ്ജസ്വലമാക്കാം, മനസ്സിനെ ഊഷ്മളമാക്കാൻ അത് എനിക്കും സാധിക്കട്ടെ, നിങ്ങൾക്കും എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. ആ ഹനുമാൻ രാമനാമ ജപിച്ചുകൊണ്ട് ചിരഞ്ജീവി ആയതുപോലെ നമ്മുടെ ജീവിതത്തെയും നമുക്ക് ഊർജ്ജസ്വലമാക്കാം. സ്വാമി ശരണമയ്യപ്പ. രാമ 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 രാമ.